നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പരിപ്പ് 900 ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ച അഞ്ചോളം പേരെ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയും അതേ തുടർന്ന് ഒരു യുവാവ് മരണപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ സമാനമായൊരു ആരോപണമാണ് കോട്ടയം നഗരമധ്യത്തിലും ഉയരുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലിനെതിരെയാണ് ഇത്തരത്തില് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 4ഓളം സ്ത്രീകൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച അന്നു മുതൽ ഈ 4 പേർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അതിലെ ഒരു സ്ത്രീ ഇപ്പോഴും ആശുപത്രിയിൽ ആണെന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന ഉടുപ്പി പ്യുവർ വെജിറ്റേറിയൻ എന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തില് ദേഹാസ്വാസ്ഥ്യമുണ്ടായിട്ട് 4 പേരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇവര് പരാതി നൽകുകയും നഗരസഭ ഹെൽത്ത് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഹോട്ടല് വൃത്തിഹീനമായ ഒരു രീതിയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഹോട്ടലില് പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട നിലയിലും അതുപോലെ തന്നെ അടുക്കളയും പരിസരവും ഒക്കെ വൃത്തിഹീനമായ ഒരു രീതിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നഗരസഭ ഹെൽത്ത് വിഭാഗം ഇപ്പോൾ കട താൽക്കാലികമായി പൂട്ടിയ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മോടൊപ്പം ഇപ്പോ ഹോട്ടൽ ഉടമ ചേരുന്നുണ്ട്. സിബി ചേട്ടാ, നമസ്കാരം. എന്തായിരുന്നു സംഭവം? ഇങ്ങനെ നഗരസഭ ഒരു 3-4 ദിവസം മുമ്പ് ഒരു 4 പേര് കഴിക്കാൻ വന്നു. ഉച്ചയ്ക്കാന്ന് തോന്നുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഉച്ചയ്ക്കത്തെ ഇവിടുത്തെ മീൽസ് പോകുന്നെന്ന് പറയുന്നത് ആകെപ്പാടെ 35 മീൽസാണ്, വെജിറ്റേറിയൻ മീൽസ്. പിന്നെ ആകെപ്പാടെ 3-4 ഫുഡുകൾ: മസാല ദോശ, ഗീ റോസ്റ്റ്, പ്ലെയിൻ ദോശ, പൊറോട്ട, ചപ്പാത്തി. ഇത്ര ഐറ്റമേ ഉള്ളൂ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഫുഡ് ഒരിക്കലും ഇവിടെ വരത്തില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ അന്നു വെക്കുന്ന ഫുഡുകൾ ഈ 35 വർഷമായി നമ്മൾ ഈ ഹോട്ടൽ മാലി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഈ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഉടുപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12 വർഷത്തോളമായി. ഇതുവരെയായിട്ട് നമ്മൾ ഒരു ഫുഡിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല, നമ്മൾ വരുത്തത്തുമില്ല. എന്നാന്ന് വെച്ചാൽ ഞങ്ങളെപ്പോഴും ഇവിടെ കെയർ ചെയ്തത്. എൻ്റെ വൈഫ് ഡോക്ടറാണ്, അതുകൊണ്ട് പുള്ളിക്കാരത്തി എപ്പോഴും അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നതും. നമ്മളും ഇവിടെ 24 hours ഞങ്ങളുണ്ട്. ഈ പറയുന്ന അന്നേ ദിവസം പറയുന്ന ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും ഇവിടുത്തെ പണിക്കാരും ഞങ്ങളും എല്ലാം കഴിച്ച. പിന്നെ എന്ത് വന്നെന്ന് അറിയത്തില്ല. പിന്നെ അവരോട് വെള്ളം ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു പച്ചവെള്ളം അവിടെ വെച്ചിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവനോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ കൊണ്ടുവന്നിട്ട് മിനറൽ വാട്ടർ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മിനറൽ വാട്ടർ കൊടുക്കത്തുള്ളൂ അങ്ങനെ എന്തോ അവർ പറഞ്ഞ എന്തോ ഇത് ചെയ്തായിരുന്നു. നമുക്കറിയത്തില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അല്ലാതെ ഒരു വേറെ ഫുഡ് സംബന്ധമായിട്ട് ഇവിടെ ഒരു ഇതുവരെയായിട്ടും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പം ഹോട്ടൽ നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും. ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ സാധനത്തിൻ്റെ ഒക്കെ വില ഗ്യാസിൻ്റെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ വിറകല്ലേ ഇപ്പം പരിപാടി ചെയ്യുന്നത്. മറ്റേ ഗ്യാസ് എന്ന് പറയുന്ന ഒരു കുറ്റിക്ക് ഇപ്പം 3000 രൂപ കൊടുക്കണം. ഈ 3000 രൂപ വെച്ചിട്ട് നമ്മൾ ഇത്രയും 10-15 ജോലിക്കാരുണ്ട്. ഈ ജോലിക്കാരൻ വെച്ചുകൊണ്ട് ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? നമുക്കത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് മുന്നോട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് നമ്മൾ പണ്ടത്തെ പോലെ ഒരു ബിസിനസ് എല്ലായിടത്തും ഈ കോട്ടയത്ത് ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ ഹോട്ടലുകൾ ഇപ്പം കൂട്ടി പോകുന്നു. എല്ലാവരും വാടകയ്ക്ക് എടുത്തവരെല്ലാം ഇതുപോലെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്നുള്ള ചിലപ്പോൾ സ്വന്തം ഭാര്യയും ഭർത്താവും പിള്ളേരും എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും ഭാര്യയും പിള്ളേരും എല്ലാം ഇവിടെ നിന്നിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒത്തിരി ജോലിക്കാരെ നിർത്തിയൊന്നും പ്രസ്ഥാനം ഇപ്പോൾ ഓടിക്കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇത് വന്നെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. അത് അവർ വേറെ എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും കംപ്ലൈന്റ് വരാം. അത് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണെന്നുള്ളത് അതിന്റെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയാലേ അറിയത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഫുഡ് അന്നുണ്ടാക്കുന്ന അല്ലാത്ത ഒരു ഫുഡ് പോലും ഇവിടെ വെക്കാറില്ല. ഇപ്പോ നഗരസഭ ഹെൽത്ത് വിഭാഗം പറയുന്നത് ഇവിടെ മാലിന്യമൊന്നും പ്രോപ്പറായ രീതിയിലല്ല നിക്ഷേപിക്കുന്നതെന്നാണ്. അപ്പൊ എവിടെ മാലിന്യമൊക്കെ കളയാ? പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. അതിവിടെ കിടക്കുന്ന സൈഡിൽ കിടക്കുന്ന ഈ മറ്റേ ഇവിടെ കരി ഉണ്ട്. ആ കരി എടുത്ത്
വെളി കണ്ട് സൈഡിൽ കൂട്ടിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഇവിടെ ഒരു മാലിന്യം അങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ ഇല്ല. പിന്നെ ഉള്ളത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. നഗരസഭ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഹോട്ടൽ പിന്നെ താൽക്കാലികമായിട്ടാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം തന്നിട്ടുണ്ട്, അത് നമ്മൾ ക്ലിയർ ആക്കി ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. അല്ലാതെ വേറെ ഒരു പ്ലാസ്റ്റിക് മാലിന്യം ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു കമ്പനിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോവുക. അവർക്ക് ഡെയിലി 500 രൂപ 1000 രൂപ വരെ അവർക്ക് ഡെയിലി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് കൊടുക്കുന്നുണ്ട്. അതില് മാലിന്യം ഭക്ഷണത്തിന്റെ മാലിന്യം ഇതെല്ലാം അവർ വണ്ടിയിൽ കൊണ്ടുപോകുക. അത് ഇവിടുന്ന് ഒരു കമ്പനിക്കാരുണ്ട്, അവരെ കൊണ്ടുപോകുക. അതെല്ലാം ഇവിടെ കോട്ടയത്തുള്ള എല്ലാ ഹോട്ടലുകാരും കൊടുക്കുന്നത് ഈ പറയുന്ന പിന്നെ ഈ സ്ഥലത്ത് ഇവർ വന്ന് കാറിൽ രാവിലെ വരും. രാവിലെ വന്നിട്ട് ഈ കാണുന്ന ഓരോ ഇത് തിരിച്ചുള്ളത് നമ്മൾ കവറിൽ കെട്ടി വെക്കും. അത് കവറിലുള്ളത് അവർ കൊണ്ടുപോവുക ചെയ്യുന്നത്. അതെല്ലാം ഹോട്ടലിലും എങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ഹോട്ടൽ പോലെ തന്നെയായിരിക്കണം ബാക്കിയുള്ള ഹോട്ടലുകൾ. അല്ല നമ്മൾ ഒരു ഹോട്ടലിൽ നമ്മൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഹോട്ടലിൽ ഇതുപോലെ തന്നെ വൃത്തിയാണെന്നും കാര്യങ്ങളുള്ളത് നമ്മൾ നോക്കണം. നഗരസഭ ഓൾറെഡി എല്ലായിടത്തും ഇപ്പൊ ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ വന്നിട്ട് ഫുഡുകളൊന്നും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞൊന്നുമില്ല. എല്ലാം നോക്കി കിച്ചണിന്റെ അകത്തെ സാധനങ്ങളെല്ലാം നോക്കി എല്ലാം ഫ്രഷായ സാധനം. അത് ഇന്നലെ ഉച്ചയ്ക്ക് അവർ പറഞ്ഞു മൊത്തം മാറ്റിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ സ്റ്റാഫിന് കൊടുത്തു, അവരോട് പറഞ്ഞു നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. സ്റ്റാഫ് കൊടുത്തു, ബാക്കി വീട്ടിലേക്കും കൊണ്ടുപോയി. അത്രേ ഉള്ളൂ കാര്യമുള്ളൂ. അല്ലാതെ വേറെ ഇവിടെ ബന്ധമായിട്ട് അവർ നമുക്ക് താൽക്കാലികമായിട്ട് അടച്ച് ഇത് ക്ലീൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ലെറ്റർ നാളെ ഇന്ന് അവധി ആയതുകൊണ്ട് തിങ്കളാഴ്ച ലെറ്റർ കൊടുത്തിട്ട് അതിനനുസരിച്ച് അതിന്റെ പേപ്പർ നീക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. വേറെ കുഴപ്പങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ കാര്യമുള്ളൂ. അല്ലാതെ വേറെ ഒരു വലിയൊരു പ്രശ്നങ്ങളാണ് നമുക്കറിയത്തില്ല. അപ്പോ ഉടമയ്ക്ക് പറയാനുള്ള ഒരു മറുപടി ഇതാണ്. നഗരസഭ താൽക്കാലികമായാണ് ഇപ്പോൾ ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നത്. ഇപ്പോ നഗരസഭ എന്തായാലും വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 9ഓളം ഹോട്ടലുകളിൽ നിന്ന് ഇത്തരത്തില് വൃത്തിഹീനമായ ഭക്ഷണം പിടിക്കുകയും നശിപ്പിക്കുകയും അതിനുവേണ്ട നടപടികളെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറ പേഴ്സൺ അർച്ചനയോടൊപ്പം രേണുക, തേർഡ് ഐ ന്യൂസ്, കോട്ടയം.